നമ്മൾ 9th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് പാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് നമ്മളെ ഏരിയയുടെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തിയറം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രോബ്ലമായിട്ടേ തോന്നുകയില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടാണിത്. നമുക്കെല്ലാവർക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മളോട് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഫിഗർ ബിലോ 2 lines are drawn from the top vertex of triangle to the bottom side. Prove that the ratio in which these lines divide the length of bottom side is equal to the ratio of the area of 3 smaller triangle in the same picture. എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ ട്രയാങ്കിളിൻ്റെ വെർട്ടക്സിൽ നിന്ന് 2 ലൈന് ബോട്ടം സൈഡിലേക്ക് വരയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു വലിയ ട്രയാങ്കിൾ 3 ട്രയാങ്കിൾസ് ആയിട്ട് മാറും. അപ്പോൾ ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈ വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈനിൻ്റെ അതേ റേഷ്യോയിലായിരിക്കുമോ എന്നുള്ളത് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വെർട്ടക്സിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈന് എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. അപ്പം എങ്ങനെയാണിത് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കുക? ജസ്റ്റ് ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ബോട്ടം സൈഡ് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ റേഷ്യോയിൽ തന്നെയാണ് അതിൻ്റെ ഏരിയ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ തന്നെ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഓരോ സൈഡും മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ബേസും ഹൈറ്റും അറിഞ്ഞിരിക്കണം. ബേസും ഹൈറ്റും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബേസിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുക, ഈ ഒരു ബേസിനെ വൈ ആക്കി എടുക്കുക, ഈ ഒരു ബേസിനെ സെഡ് ആക്കി എടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും എക്സ് എന്ന് കൊടുത്താൽ പോരെ, എന്തിനാ എക്സ് വൈ സെഡ് എന്ന് കൊടുക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ ഈ 3 ട്രയാങ്കിൾസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ എക്സ് വൈ സെഡ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇഫ് എ ബി ഈസ് ടു ബി സി ഈസ് ടു സി ഡി, എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് ആൻഡ് ഹൈറ്റ് ഈക്വൽ ടു എച്ച്, ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ആർ ഹാഫ് ഇൻറ്റു എക്സ് എച്ച്, ഹാഫ് ഇൻറ്റു വൈ എച്ച്, ഹാഫ് ഇൻറ്റു സെഡ് എച്ച്, ദെൻ റേഷ്യോ ഓഫ് ഏരിയാസ് ആർ half into xh is to half into yh is to half into zh. That's equal to x is to y is to z. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. എന്താണ് കാര്യം എന്ന് മനസ്സിലായോ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോട്ടം സൈഡിലെ ലെങ്ത്, അതായത് എ ബി ഈസ് ടു ബി സി ഈസ് ടു സി ഡി എന്നുള്ളതാണ് ഈ ബോട്ടം സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അത് ഈ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയില്ല. അപ്പോൾ മെഷർമെൻറ്റ് എക്സ് വൈ സെഡ് നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആക്കി എടുക്കാം. നമ്മൾ ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു എക്സ് എച്ച്, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു വൈ എച്ച്, മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സെഡ് എച്ച്. അപ്പോൾ ഈ 3 ട്രയാങ്കിളിൻ്റെയും റേഷ്യോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു എക്സ് എച്ച് ഈസ് ടു ഹാഫ് ഇൻറ്റു വൈ എച്ച് ഈസ് ടു ഹാഫ് ഇൻറ്റു സെഡ് എച്ച് എന്ന് കിട്ടും. അപ്പോൾ കോമൺ ആയിട്ടുള്ള പാർട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടും എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ്. ഈ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ബോട്ടം സൈഡിൻ്റെ റേഷ്യോ ആണ്. അതേ റേഷ്യോ തന്നെയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഈ 3 സ്മോൾ ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ റേഷ്യോ എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ മനസ്സിലായി. അതുതന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സിമ്പിളല്ലേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. In the figure below, the top vertex of the
triangle is joined to the midpoint of the bottom side of triangle and then midpoint of this line joined to the other two vertex. Prove that the area of all four triangles obtained thus are equal to a fourth of the area of whole triangle. എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ വെർട്ടെക്സും താഴത്തെ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് യോജിപ്പിച്ചത് ശേഷം ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് മറ്റ് രണ്ട് വെർട്ടെക്സുമായിട്ട് യോജിപ്പിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 4/1 പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ഫിഗർ നമ്മൾ നോട്ട്ബുക്കിലേക്ക് മാറ്റി വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ നെയിമിങ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇത് മിഡ് പോയിൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? എയും ഡിഇയും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുപോലെ ബി സിയുടെ മിഡ് പോയിൻ്റാണ് ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി ഡിയും ഡി സിയും എന്ന് പറയുന്നത് എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആയിരിക്കൂലേ? അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിന് ജസ്റ്റ് തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ്? പകുതിയായി മാറില്ലേ? ഹാഫായിട്ട് മാറൂലേ? 1/2 1/2 ആയിട്ട് മാറും. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലെ മിഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ ഈ ഹാഫ് എന്നുള്ളത് 1/4 ആവില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗവും 1/4 ആവും. അപ്പോൾ ഓരോ സ്മോൾ ട്രയാങ്കിൾസും എന്താണ്? 1/4 ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മിഡ് പോയിൻ്റ് ഓഫ് ബി സി എന്ന് പറയുന്നത് ഡി ആണ്. ദ ലൈൻ എ ഡി ഡിവൈഡ്സ് ട്രയാങ്കിൾ എ ഡി സി. എ ഡി സിയെ ഡിവൈഡ് ചെയ്യുന്നത് എ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലൈനാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് കിട്ടും. അതുപോലെ ഇ എന്ന് പറയുന്നത് മിഡ് പോയിൻ്റാണ് എ ഡിയുടെ മിഡ് പോയിൻ്റാണ് ഇ എന്ന് പറയുന്നത്. ലൈൻ ബി ഇ ഡിവൈഡ്സ് ട്രയാങ്കിൾ എ ബി ഡി. ബി ഇ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ട്രയാങ്കിൾ എ ഡി ബിന്. അതുപോലെ സി ഇ എന്ന് പറയുന്ന ലൈന് ട്രയാങ്കിൾ എ ഡി സിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ്? ഈക്വൽ ഏരിയാസാണ് ഉള്ളത്. അപ്പോൾ 4 ട്രയാങ്കിൾസിനും ഈക്വൽ ഏരിയ എന്നുള്ള കാര്യം നമുക്കിതിൽ മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ അല്ലേ? Question number 3. In the figure below, the top vertex of a triangle is joined to the midpoint of opposite side and then the point dividing this line is 2:1 ratio 2:1 is joined to the other two vertex. Prove that the area of all 3 triangles in the picture on the right are equal to third of area of the whole triangle. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ ഈ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ടൈമിൽ ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ രണ്ട് വെർട്ടെക്സിലേക്കും ലൈന് വെച്ച് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടും. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൻ്റെ 1/3 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനാവുകയുള്ളൂ. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു റേഷ്യോയിലാണ് ഈ ഒരു ലൈന് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. വേറെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ബേസാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബേസിൽ നിന്നാണ് നമ്മൾ ഈ വെർട്ടെക്സിലേക്ക് ലൈന് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈന് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടു നോക്കണം. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് തുല്യമായിരിക്കും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്. അതിലായിരിക്കും ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ട്രയാങ്കിളിന് നമ്മൾ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ എന്താണോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിവൈഡ് ആവും. എന്നിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ആവും. ഇപ്പോൾ നമ്മളിപ്പം ലൈന് എങ്ങനെയാണോ വരക്കുന്നത് അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ മാറും. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു ലൈന് വരച്ചിരിക്കുന്നത് ഈക്വൽ റേഷ്യോയിലാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഈ രണ്ട് സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്തായിരിക്കും? 1/2 1/2 അല്ലേ. ഇപ്പം നമ്മൾ ഒരു കേക്ക് മുറിക്കുന്നു, അതിപ്പം അതിൻ്റെ പകുതി ഒരാൾക്ക് കൊടുത്ത് എന്ന് പറഞ്ഞാൽ പകുതി ബാക്കിയുണ്ടാവും. അതെന്താണ്? ഹാഫ് അല്ലേ, അതായത് 1/2 അല്ലേ. ഇതും 1/2. അപ്പോൾ 1നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1/2 1/2 ആണെന്ന് നമുക്കറിയുന്ന കാര്യം. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് ഞാൻ മിഡ് പോയിൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കേക്കിന് നമ്മൾ 3 കഷ്ണമാക്കി എടുക്കുന്നില്ല, അത് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിന് ഈ ഒരു പോയിൻ്റ് നമ്മൾ 3 ലൈന് വരയ്ക്കുകയാണെങ്കിൽ ഈ വലിയ ട്രയാങ്കിൾ എന്താവും? 3 ട്രയാങ്കിൾസ് ആക്കി മാറില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/3 ആയിരിക്കില്ല. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 1/3 ആയിരിക്കില്ല. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 1/3 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയായി മാറും? പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഇത് 1/3 എന്നുള്ളത് 1/3യുടെ ഹാഫായിട്ട് മാറില്ല. രണ്ട് ട്രയാങ്കിൾസ് ഹാഫ് ആയിട്ട് മാറും. അതായത് 1/6 1/6 ആയി മാറില്ലേ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് മാറ്റി വരയ്ക്കുക. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എക്സ്പ്ലനേഷന് വേണ്ടി ഇത്തരത്തിലൊരു പിക്ചർ ഞാൻ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ പിക്ചർ വരയ്ക്കുക, അതിനുശേഷം മാർക്ക് ചെയ്ത് വെക്കുക. എ ബിയുടെ മിഡ് പോയിൻ്റാണ് ക്യൂ എന്ന് പറയുന്നത്. ഈ QC എന്ന പോയിൻ്റാണ് 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു P എന്ന പോയിൻ്റിൽ നിന്ന് A എന്ന വെർട്ടെക്സിലേക്കും B എന്ന വെർട്ടെക്സിലേക്കും ലൈന് വരയ്ക്കുന്നുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ട്രയാങ്കിള് 1/3 ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/3 ആയിരിക്കും. അതുപോലെ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1/6ഉം ഇത് 1/6ഉം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്തുകൊണ്ടാണ്? അതായത് നമ്മളിപ്പം ഇത് 2:1 റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ എത്ര ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 3 പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിന്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ല 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം എന്തായിരിക്കും? 1/3 ആയിരിക്കും. ഇത് 1/3 ആയിരിക്കും. ഇതും 1/3 ആയിരിക്കും. പക്ഷേ ഈ ഒരു ലൈന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ 1/6ഉം ഇവിടെ 1/6ഉം വരുന്നത്. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അതായത് 1/3 + 1/6 = 1/3 + 1/6 അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ AQPയും അതുപോലെ BQPയുടെ ഏരിയ എന്ന് പറയുന്നത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/3 കിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ABP = ട്രയാങ്കിൾ BPC = ട്രയാങ്കിൾ APC. ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആണ്.
അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ല ഈ ഒരു വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 1/3 ആണ് ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത്. ഇത്തരത്തിൽ ചിന്തിച്ചാൽ മതി. അതായത് നമ്മൾ എ പി സിയുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ല, ഒരു ട്രയാങ്കിളിന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ലൈന് വരച്ച് കഴിഞ്ഞാൽ ഇത് 1/2 ഇത് 1/2 ആവില്ലേ? ഈ 1/2ൻ്റെ ഇപ്പം നമ്മൾ 2:1 റേഷ്യോയിലാണ് ഈ ഒരു ലൈന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് 2 കഷ്ണവും ഇതൊരു കഷ്ണമായിട്ടാണ് ഉണ്ടാവുക. അതായത് നമ്മളിപ്പം കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അതായത് ഇത് 2:1 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ഭാഗം ഇവിടെയും അതുപോലെ 3/1 ഭാഗം ഇവിടെയും എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ 1/2 ഇൻറ്റു 2/3 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. അത് തന്നെയായിരിക്കും ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതെന്താണ്? ഇത് 2 ഇത് 1 അല്ല, അതായത് 2:1 എന്ന റേഷ്യോയിലാകുമ്പോൾ 1/2 ഇൻറ്റു 1/3 വരും. അപ്പോൾ അതെന്താണ്? 1/6 ആണ്. ഈ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയയുടെ സമ്മാണ് ഈ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയാസ് ഓഫ് APB, PCB, CPA ആർ ഈക്വൽ. The area of 3 triangles is equal to the third of the area of the whole triangle. അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വലാണ് ഈ 3 സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും. ഈ വലിയ ട്രയാങ്കിളിൻ്റെ 1/3 ഈ 3 സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്. Question number 4. Prove that the length of the perpendicular from any point on bisector of an angle to the sides are equal. OC is the bisector of angle AOB. C is the point on the bisector. CA is the perpendicular to OA. CB is perpendicular to OB. We have to prove that CA equal to CB. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ CA എന്ന് പറയുന്നതും CB എന്ന് പറയുന്നതും പെർപെൻഡിക്കുലർ ആണ്. ഈ രണ്ടിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ആംഗിളിൻ്റെ ബൈസെക്ടറിൻ്റെ ഏത് പോയിന്റിൽ നിന്നും ആംഗിളിൻ്റെ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ OC എന്ന് പറയുന്നത് ഈ ആംഗിൾ AOBയുടെ ബൈസെക്ടറാണ്. ഈ ബൈസെക്ടറിൽ ഒരു പോയിൻ്റാണ് C എന്ന് പറയുന്നത്. അതുപോലെ OAയുടെ പെർപെൻഡിക്കുലറാണ് CA എന്ന് പറയുന്നത്. OBയുടെ പെർപെൻഡിക്കുലറാണ് CB എന്ന് പറയുന്നത്. ഈ CBയുടെ ലെങ്ത്തും CAയുടെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? We have to prove that the CA equal to CB. Consider two triangle OAC and triangle OBC. OC equal to OC common side. Angle AOC equal to angle OBC equal to 90 degree. Angle AOC equal to angle BOC. OC is the bisector of AOB. One side and two angle on it of OAC equal to one side and two angles on it of OBC. So these triangles are equal, then sides opposite to equal angle are also. CA equal to CB, the length of perpendicular from any point on the bisector of an angle to the sides are equal. എന്താ കാര്യം എന്ന് മനസ്സിലായോ? അതായത് OC എന്ന് പറയുന്നത് കോമൺ സൈഡാണ്. CAയും CBയുടെ ലെങ്ത് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആംഗിൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതുപോലെ
ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. എ ഒ സിയുടെ ബൈസെക്ടറാണ് ഈ ഒരു ആംഗിൾ. ആംഗിൾ എ ഒ സിയും അതുപോലെ ആംഗിൾ ബി ഒ സിയും എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഈ രണ്ടിൻ്റെയും ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പം 60 ഡിഗ്രിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അതുപോലെ ഇവിടെ ഇതിനാൽ നമുക്ക് പക്ഷേ ഏത് ആംഗിൾ ബൈസെക്ടറാണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് എക്സ് ഡിഗ്രി ആയിട്ട് നമുക്ക് എടുക്കാം. ഈ രണ്ട് ആംഗിൾസും, അതായത് ഈ എക്സ് ഡിഗ്രിയും ഇവിടെയും ഈ ആംഗിൾ എന്താണ്? ഈക്വലാണ്. ഇതും എക്സ് ഡിഗ്രിയാണ്, ഇതും എക്സ് ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? ഈക്വലാണ്. ഈ ഒരു സൈഡും ഈക്വലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു സൈഡും രണ്ട് ആംഗിൾസും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസിനും ഒരു സൈഡിനും ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിളും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ലെങ്ത്തും എന്താണ്? പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്തും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ദ ലെങ്ത് ഓഫ് എ പെർപെൻഡിക്കുലർ ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ടു ദ സൈഡ്സ് ആർ ഈക്വൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ചിന്തിക്കാം കേട്ടോ. ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇത് എക്സ് ഡിഗ്രിയും ഇത് 90 ഡിഗ്രിയും ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും. ആ രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.